സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സൂര്യൻ്റെ രംഗപ്രവേശം. നേരെ ബൈക്കെടുത്ത് ഞങ്ങൾ രാമശ്ശേരി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അതെ, രാമശ്ശേരി ഇഡലി തന്നെയാണ് ലക്ഷ്യം. ശ്രീ സരസ്വതി ടീ സ്റ്റോളിലേക്കാണ് പോയത്. അവിടുത്തെ ഉള്ളിച്ചമ്മന്തി ഞാനത് അഡിക്റ്റാണ്. നല്ല എരിവാണ് ഈ ചമ്മന്തിക്കും നാളികേര ചട്നിക്കും. ആ സോഫ്റ്റ് രാമശ്ശേരി ഇഡലി ഇങ്ങനെ ഇതിൽ മുക്കി കഴിക്കുമ്പോൾ ആനന്ദം. ടേസ്റ്റിന് മാത്രമാണ് ഞാനിവിടെ വരുന്നത്. സർവീസ് ഇവിടുത്തെ ഒരു ആവറേജ് അനുഭവമാണ്. അങ്ങനെ രാമശ്ശേരി ഇഡലിയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ധോണി വാട്ടർഫോൾസിൽ ഞങ്ങളെത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ശക്തമായ മഴയായതിനാൽ സംഭവം ക്ലോസ്ഡ് ആണ്. അങ്ങനെ തകർന്ന ഹൃദയവും പേറി ഞങ്ങൾ നേരെ മലമ്പുഴ കവയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴി വളരെ മനോഹരമാണ്. ഈ വള്ളിപ്പടർപ്പുകൾ ഒരു ഹൊറർ ഫീൽ നിങ്ങൾക്ക് തരും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, പാലക്കാടിൻ്റെ സ്വന്തം കവ. മലമ്പുഴയ്ക്ക് പോകുമ്പോൾ ഭൂരിഭാഗവും ഞാനിവിടെ പോകാറുണ്ട്. വണ്ടി ഇവിടേക്ക് നമുക്ക് ഇറക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ സാരഥി, യൂണിക്കോൺ 160. ഒരുപാട് സൗത്ത് ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഓടിയ വണ്ടിയാണിത്. ഓരോ ഫ്രെയിമും മനോഹരമാണ്. എത്ര കണ്ടാലും മതിയൊരാത്ത മനോഹാരിത ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാനൊരു മൺസൂൺ യാത്രയാണെന്ന് പ്രതീക്ഷിച്ചതെങ്കിലും ഇന്ന് ഒടുക്കത്തെ ചൂടായിരുന്നു. സമ്മർ തിരികെ വന്ന ഫീലായിരുന്നു യാത്രയിലുടനീളവും. ഇതാണ് കല്ലമ്പുഴ പാലം. ഇവിടെ ഇറങ്ങി നിങ്ങൾക്ക് സേഫായി കുളിക്കാം. കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് അരിനെല്ലിക്കൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ റോക്ക് ഗാർഡനിലെത്തി. അതിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും ചില റോക്ക് ആർട്സ് യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. അതൊക്കെ ഒന്ന് കാണാമെന്ന് മാത്രം. പിന്നെ മലമ്പുഴ സ്നേക്ക് പാർക്കിലെത്തി. കുറച്ച് പാമ്പുകളെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അവിടെ ഒരു മുതലയും ഉണ്ട്. അങ്ങനെ നമ്മൾ മലമ്പുഴയിലെത്തി. ഹിസ്റ്ററി ഓഫ് മലമ്പുഴ. ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ അത് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. മലമ്പുഴയിലെ കുറച്ച് ഐക്കോണിക് ഫ്രെയിംസുകളും തൂക്കുപാലവും മലമ്പുഴ യക്ഷിയെയും ബോട്ടിങ്ങും ഒക്കെ ആസ്വദിച്ചു. നേരെ അക്വേറിയം കാണാൻ പോയി. 30 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീ. കുറേയധികം മത്സ്യങ്ങൾ ഇവിടെയുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ മഴക്കാല യാത്ര പ്രതീക്ഷിച്ച ഞങ്ങൾ സൂര്യാഘാതമേറ്റാണ് തിരിച്ചെത്തിയത്. യാത്രകൾ തുടരും.